മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യെശയ്യാ 57:12 ധ്യാനിക്കും. The book of Isaiah, chapter 57, verse 12. ഞാൻ നിന്റെ നീതിയും ചെയ്തികളും വെളിപ്പെടുത്താം, പക്ഷെ അവ നിനക്ക് അനുകൂലമാവുകയില്ല. ഒരാൾക്ക് 2 വീടുകളുണ്ടായിരുന്നു. അതിലൊന്ന് വാടകയ്ക്ക് കൊടുക്കുവാൻ അയാൾ ആഗ്രഹിച്ചു. എങ്ങനെയോ ഇത് കേട്ടറിഞ്ഞ ഒരു സ്കൂൾ അധ്യാപകൻ വീട്ടുടമയെ സമീപിച്ചു. കുശാഗ്രബുദ്ധിയായിരുന്നു ആ വീട്ടുടമ. കരാർ എഴുതുന്നതിനിടയിൽ അധ്യാപകനോട് അയാൾ പറഞ്ഞു, വീട് ഞാൻ തരാം, പക്ഷെ മുറിയുടെ ഭിത്തിയിൽ കാണുന്ന ഇരുമ്പ് കമ്പി ഉപയോഗിക്കുവാൻ എന്നെ താങ്കൾ അനുവദിക്കണം. മറ്റൊന്നും വേണ്ട, പക്ഷെ വാടക എനിക്ക് കൃത്യമായി തരണം. അധ്യാപകൻ വീട്ടുടമ ചൂണ്ടിക്കാട്ടിയ കമ്പിയിലേക്ക് നോക്കി. വസ്ത്രങ്ങൾ അലക്കി പിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കമ്പിയാണ്. ആ കമ്പി വീട്ടുടമ ഉപയോഗിക്കുന്നതിൽ യാതൊരു തടസ്സവും പുതിയ വാടകക്കാരനായ അധ്യാപകന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പൂർണ്ണ സന്തോഷത്തോടെയാണ് അധ്യാപകൻ വീട്ടുടമയ്ക്ക് കമ്പി ഉപയോഗിക്കുവാൻ അനുവാദം നൽകിയത്. എന്നാൽ അധ്യാപകൻ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നീങ്ങിയത്. വീടിന്റെ ഉടമ പിറ്റേന്ന് രാവിലെ കുറെ പഴയ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് ആ കമ്പിയിൽ തൂക്കിയിട്ടു. അതിന്റെ പിറ്റേന്ന് കുറെ പഴയ കുടകൾ, ബാഗുകൾ, തോൽപ്പെട്ടികൾ, പ്ലാസ്റ്റിക് ഷീറ്റുകൾ, അങ്ങനെ പലതും കൊണ്ടുവന്നു കമ്പിയിൽ തൂക്കിയിടാൻ തുടങ്ങി. ഓരോ ദിവസവും ഇങ്ങനെ കമ്പിയിൽ തൂങ്ങപ്പെടുന്ന വസ്തുക്കളുടെ എണ്ണം കൂടിക്കൂടി വന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഉടമയുടെ സാധനങ്ങൾ കൊണ്ടുതന്നെ മുറി നിറഞ്ഞു. മറ്റൊന്നും വയ്ക്കാനാവാത്ത അവസ്ഥ. അധ്യാപകൻ സ്വയം പറഞ്ഞു, ദൈവമേ, ആദ്യ ദിവസം തന്നെ ഞാൻ ഈ മനുഷ്യനോട് ഈ കമ്പി എടുത്തുകൊണ്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ ദുർഗതി വരില്ലായിരുന്നു. അധികം വൈകാതെ അധ്യാപകന് വീടൊഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. എന്താഗ്രഹിക്കണം, എന്ത് നിഷേധിക്കണം എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് വിവേകം എന്ന് സെയിന്റ് അഗസ്റ്റിൻ പറയുന്നു. കർത്താവിശ്വമിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി. എപ്പോഴും